പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇതാ തലസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്ന വാഹനത്തിൽ തൃശൂരിൽ നടത്തിയതിന് സമാനമായ രീതിയിലുള്ള റോഡ് ഷോ അനന്തപുരിയുടെ മണ്ണിൽ നടത്തുകയാണ്. ആയിരങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലായി ഈ മഹത്തായ ദേശത്തിന്റെ ആദരണീയനായ പ്രധാന സേവകനെ കാണാനായി കാത്തുനിൽക്കുന്നു. അവരെ കൈകളുയർത്തി അഭിവാദ്യം ചെയ്ത് ഈ നാട്ടിൽ വരേണ്ട മാറ്റത്തിന്റെ അനിവാര്യത ഓർമ്മപ്പെടുത്തി, കേരളത്തിലും കേന്ദ്രത്തിലും BJP സർക്കാർ വരേണ്ടതിന്റെ അനിവാര്യത ഓർമ്മപ്പെടുത്തി ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാന സേവകനിത അനന്തപത്മനാഭന്റെ മണ്ണിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ റോഡ് ഷോ നയിക്കുകയാണ്. നേരത്തെ തിരുവല്ലയിൽ അദ്ദേഹം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തിരുന്നു. ഇടത് വലത് മുന്നണികളെ രൂക്ഷമായി വിമർശിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയും യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള ആചാരലംഘനങ്ങളും ഓർമ്മപ്പെടുത്തി. FCRI ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടക്കുന്ന അനാവശ്യമായ വിവാദങ്ങൾ ഓർമ്മപ്പെടുത്തി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ എങ്ങനെയാണ് BJPയും NDAയും വേരുകൾ ഉണ്ടാക്കിയത് എന്നതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തിയ ശേഷമാണ് തിരുവല്ലഭന്റെ മണ്ണിൽ നിന്നും ഇപ്പോൾ ശ്രീപത്മനാഭന്റെ അനന്തപത്മനാഭന്റെ അനന്തപുരിയിലേക്ക് ഭാരതത്തിന്റെ പ്രധാന സേവകൻ എത്തിയിരിക്കുന്നത്. കിള്ളിപ്പാലം മുതൽ കരമന വരെയാണ് റോഡ് ഷോ. തിരുവനന്തപുരം സെൻട്രൽ നിയമ മണ്ഡലങ്ങളിലൂടെയാണ് റോഡ് ഷോ കടന്നു പോവുക. അല്പസമയം മുമ്പാണ് റോഡ് ഷോ കിള്ളിപ്പാലത്തിന് നിന്നും ആരംഭിച്ചത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡിന്റെ ഇരുഭാഗങ്ങളിലും പ്രധാന സേവകനെ ഒരു നോക്ക് കാണാൻ ജനലക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ കാഴ്ച, ആ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കൂടെ നിയമമണ്ഡലത്തിലെ ഇന്ത്യ സ്ഥാനാർത്ഥി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൊപ്പം R ശ്രീലേഖ, IPS V മുരളീധരൻ, കരമന ജയൻ തുടങ്ങിയ സ്ഥാനാർത്ഥികളും അദ്ദേഹത്തോടൊപ്പം ആ തുറന്ന വാഹനത്തിലുണ്ട്. തുറന്ന വാഹനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൈവീശി കാണിക്കുകയാണ് തന്നെ കാണാൻ എത്തിച്ചേർന്ന ജനങ്ങളെ, ജനസഹസ്രങ്ങളെ കൈനീട്ടി കൈവീശി കാണിക്കുന്ന ആ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉച്ച മുതൽ തന്നെ അനന്തപുരിയുടെ മണ്ണ് ജനസാഗരമായി മാറിയിരുന്നു. ഈ റോഡ് ഷോ നടക്കുന്ന ഇടത്തിലേക്ക് ആൾക്കാർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴും ജനങ്ങൾ അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കണ്ടവർ വീണ്ടും പ്രധാന സേവകനെ ഒരു നോക്ക് കാണാൻ, ആ മുഖം ഒന്ന് കാണാൻ, ആ പ്രധാന ലോകാരാധ്യനായ ആ ജനകീയ നേതാവിനെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഒപ്പം ഇതുവരെയും പ്രധാന സേവകനെ നേരിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്തവർ അങ്ങനെ ഒരു മഹാഭാഗ്യത്തിന് വേണ്ടി അവിടെ വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പ്രധാന സേവകൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് റോഡ് ഷോയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കിള്ളിപ്പാലം മുതൽ കരമന വരെയാണ് റോഡ് ഷോ. തിരുവനന്തപുരം സെൻട്രലൊപ്പം നിയമം മണ്ഡലങ്ങളിലൂടെയാണ് പ്രധാന സേവകന്റെ റോഡ് ഷോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആവേശമായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോ അദ്ദേഹം നടത്തുന്നു. അദ്ദേഹത്തിനൊപ്പം തുറന്ന ജീപ്പിൽ നിൽക്കുന്നത് BJPയുടെ തലസ്ഥാന നഗരിയിൽ മത്സരിക്കുന്ന, പ്രത്യേകിച്ച് BJP 100% വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ്. നമുക്കറിയാം, നേമം എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം നേമം കേരളത്തിലെ BJPയുടെ ഗുജറാത്താണ് എന്ന വിശേഷണങ്ങൾ പോലും വളരെ സജീവമായിരുന്നു. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിഞ്ഞ സ്ഥലമാണ് നേമം എന്നത്. ആ നേമത്ത് ഒരിക്കൽ കൂടി 2016 ആവർത്തിക്കുവാൻ രാജീവ് ചന്ദ്രശേഖർ അവിടെയുണ്ട്. അദ്ദേഹം തുറന്ന വാഹനത്തിൽ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറിനെ നമുക്ക് ആ വാഹനത്തിൽ കാണാം. പ്രധാനമന്ത്രിയുടെ ഇടതുവശത്തായി R ശ്രീലേഖയാണ്. ശ്രീലേഖ IPS വട്ടിയൂർക്കാവ് എന്ന BJPയുടെ മറ്റൊരു A+ കാറ്റഗറിയിൽ വരുന്ന മണ്ഡലമാണ്. 2016 കുമ്മനം രാജശേഖരനിലൂടെ അവിടെ ഒരു വലിയ തിരിച്ചുവരവ് BJP നടത്തിക്കൊണ്ട് ഏതാണ്ട് 40,000-ന് മുകളിൽ വോട്ട് 2016 കുമ്മനം രാജശേഖരൻ അവിടെ പിടിക്കുന്നതോട് കൂടിയാണ് വട്ടിയൂർക്കാവ് മണ്ഡലം ഒരു കാലത്ത് താമര വിരിയിക്കാൻ BJPക്ക് കഴിയുന്ന മണ്ഡലമാണ് എന്ന് അടയാളപ്പെടുത്തിയ മത്സരം 2016 അവിടെ നടന്നിരുന്നു. പിന്നീട് 2021 VV രാജേഷിലൂടെ അവിടെ BJP വീണ്ടും 2ാം സ്ഥാനത്തെത്തി. അങ്ങനെ 2016-ലും 2021-ലും കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന് പറയുന്നത് പോലെ BJPക്ക് നേരിയ വോട്ടുകൾക്ക് മാത്രം നഷ്ടപ്പെട്ടു പോയ വട്ടിയൂർക്കാവിലെ ഈ തവണത്തെ സ്ഥാനാർത്ഥി ശ്രീലേഖ പ്രധാനമന്ത്രിക്കൊപ്പം ആ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതോടൊപ്പം V മുരളീധരൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയുടെയായിട്ടുള്ള V മുരളീധരൻ, നമുക്കറിയാം അദ്ദേഹം മത്സരിക്കുന്ന കഴക്കൂട്ടം മണ്ഡലമാണ്. 2016 അദ്ദേഹം എത്തുന്നതിന് ശേഷമാണ് കഴക്കൂട്ടം BJPയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന നിലയിലേക്ക് മാറുന്നത്. അതിനു മുൻപ് കേവലം 7,000 വോട്ടുകൾക്കടുത്ത് മാത്രം BJPക്ക് വോട്ടുണ്ടായിരുന്ന കഴക്കൂട്ടത്ത് V മുരളീധരൻ
2016 എത്തിയതോടുകൂടി അവിടെ ഇതാ 42,000 എന്ന ഒരു വലിയ നമ്പറിലേക്ക് BJP ആ വർഷം എത്തിയിരുന്നു. 2021 ശോഭാ സുരേന്ദ്രൻ വന്നു, അവിടെ 2ാം സ്ഥാനത്ത് തന്നെ BJP എത്തി. അങ്ങനെ കഴക്കൂട്ടത്ത് ഇത്തവണ 100% താമര വിരിയിക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടി വി മുരളീധരൻ അവിടെ അച്ചടക്കത്തോടെ സംഘടന കൃത്യമായി ചലിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം, അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ആ തുറന്ന ജീപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം, തിരുവനന്തപുരം നഗരമടങ്ങുന്ന സെൻട്രൽ മണ്ഡലത്തിലെ കരമന ജയൻ BJP തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തലസ്ഥാനത്തെ BJPയുടെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന കരമന ജയൻ, അദ്ദേഹത്തെയും ആ ജീപ്പിൽ KP കാണാൻ സാധിക്കുന്നു. അപ്പോൾ തലസ്ഥാന നഗരിയിൽ BJP വിജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്ന A+ കാറ്റഗറിയിൽ വരുന്ന കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലെ BJPയുടെ സാരഥികളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ പ്രധാന സേവകൻ അനന്തപുരിയുടെ മണ്ണിൽ അങ്ങനെ ആവേശമായി എത്തിയിരിക്കുകയാണ് KP. ഗൗതം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോലെ ഈ വോട്ട് ശതമാനം, വോട്ട് വീതം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമല്ല ഇക്കുറിയും ഇന്ത്യക്കുള്ള BJPക്കുള്ളത്. പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക, ഇടതും വലതും മാറി മാറി ഭരിച്ച് ജനങ്ങൾക്ക് അസഹനീയമായ ഒരു അവസ്ഥ സാഹചര്യം ഉണ്ടാക്കിയ ആ മണ്ഡലങ്ങളൊക്കെയും തിരിച്ചു പിടിക്കുക, ആ മണ്ഡലങ്ങളൊക്കെയും NDA പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ദൃഢനിശ്ചയത്തോടെ തന്നെയുള്ള കൃത്യമായ ആ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ഇനി വിരലിൽ എണ്ണാവുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ആ സമയത്തൊക്കെയും ജനഹൃദയങ്ങൾ ഈ NDA സ്ഥാനാർത്ഥികൾ പിടിച്ചെടുത്തു കഴിഞ്ഞു, ജനഹൃദയങ്ങളിൽ അവർ കുടിയേറിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുതന്നെയാണ് ഓരോ സ്ഥലങ്ങളിലും ഇന്ത്യയുടെ പ്രചാരണ പരിപാടികളിൽ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, ജനക്കൂട്ടങ്ങൾ ഇങ്ങനെ ഇളക്കി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ദേശീയ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരടക്കം കേരളത്തിന്റെ പല മണ്ഡലങ്ങളിലും വന്ന് ജനങ്ങളെ നേരിൽ കണ്ട് സംവദിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴും ഇതാ പ്രധാന സേവകൻ ഇത് 2ാം തവണയാണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 2ാം തവണയാണ് കേരളത്തിലേക്ക് വരുന്നത്. അനന്തപുരിയുടെ മണ്ണിലേക്ക് ഇതാ ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ ഗൗതം പറഞ്ഞതുപോലെ തന്നെ വട്ടിയൂർക്കാവായി കഴിഞ്ഞാലും, കഴക്കൂട്ടമായി കഴിഞ്ഞാലും, തിരുവനന്തപുരം സെൻട്രമായി കഴിഞ്ഞാലും, നിയമമായി കഴിഞ്ഞാലും, ഇങ്ങനെ ഈ മണ്ഡലങ്ങളിലൊക്കെയും BJPക്ക് സുനിശ്ചിതമാണ്. ആ ജനങ്ങൾ ഞങ്ങൾക്ക് ഈ മണ്ഡലം തന്നു കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്, ആത്മവിശ്വാസം തന്നെയാണ് അവിടുത്തെ എല്ലാ സ്ഥാനാർത്ഥികൾക്കുമുള്ളത്, അവിടുത്തെ പ്രവർത്തകർക്കുള്ളത്, അവിടുത്തെ ജനങ്ങൾക്കുള്ളത്. കാരണം അത്രത്തോളം അവർ മടുത്തു കഴിഞ്ഞു ഇടതിനെയും വലത്തിനെയും. കാരണം അവരുടെ പ്രകടന പത്രിക നമുക്കറിയാം, കേവലം വാഗ്ദാനങ്ങൾ മാത്രമാണ്. അവിടെ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം. കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടലാണ് ഇപ്പോഴും ഈ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെയും ഇടതിന്റെയും വലതിന്റെയും വാഗ്ദാനങ്ങൾ മാത്രമായി മാറുമ്പോൾ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അറിഞ്ഞു നൽകുന്ന ഒരു സർക്കാരാണ് മോദി സർക്കാർ. ആ മോദി സർക്കാരിന്റെ പ്രവർത്തന മികവിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഞങ്ങൾക്ക് വേണം. അവിടെയും കേന്ദ്രത്തിലും സംസ്ഥാനത്തും നമുക്ക് BJP ഭരണം വേണം. ഞങ്ങളുടെ മണ്ഡലത്തിൽ BJPയുടെ ഒരു നേതാവ്, ഒരു ജനനേതാവ് തന്നെ ആയിരിക്കണം ഞങ്ങളെ നയിക്കുന്നത്. ഇന്ത്യയുടെ ഒരു നേതാവ് തന്നെ ആയിരിക്കണം ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയാൻ ഒരു ജനപ്രതിനിധി ഞങ്ങൾക്ക് ഇനിയെങ്കിലും വേണം എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ തന്നെയാണ് ജനങ്ങൾ ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിൽ നമുക്ക് ആ രീതിയിൽ തന്നെയുള്ള ജനസാഗരങ്ങളെ കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രലും പ്രത്യേകിച്ച് നിയമം ഏറ്റവും കൂടുതൽ ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നിയമം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപക്ഷെ ഗൗതം, ഈ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളെ പരിഹസിക്കുന്ന ഒരു സമീപനമാണ് ഇടതും വലതും സ്വീകരിച്ചത്. മലയാളം അറിയാത്ത, മുണ്ടുടുക്കാൻ അറിയാത്ത ഒരു നേതാവാണ്. പക്ഷേ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടു, ഒരു കുഞ്ഞാണ് ഇതാരെന്ന് ചോദിച്ചപ്പോൾ ഇത് രാജീവ് ചന്ദ്രശേഖറാണ് എന്ന് വിളിച്ചു പറയുന്ന ആ ഒരു കാഴ്ച കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ഇത് ഞങ്ങളുടെ നേതാവാണ്. അങ്ങനെ ജനകീയനായ ഒരു നേതാവായി വളർന്ന് ജനമനസ്സറിയുന്ന ഒരു നേതാവായി വളർന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിയമമണ്ഡലത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി താമര വിരിയിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചയും ജനസാഗരങ്ങളൊക്കെയും സാക്ഷ്യപ്പെടുത്തുന്നതല്ലേ ഗൗതം? അത് തന്നെയാണ് KP. നിയമത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞൊരു സാഹചര്യമുണ്ട്. ഒപ്പം KP സൂചിപ്പിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിവിട്ട ആരോപണങ്ങളെല്ലാം അതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹം കേരളത്തിലെ
ജനമനസ്സുകളിൽ വളരെ പെട്ടെന്ന് ഇടം നേടുന്ന ഒരു നേതാവായി മാറി. കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് തന്നെ കൃത്യമായി ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ടെക്നോക്രാറ്റായിട്ട് മുൻപ് കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ വിവിധ റോളുകളിൽ അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി വിജയം ഉറപ്പിച്ച് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്കും കടന്നു വന്നത്. അതിനാൽ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി അദ്ദേഹത്തിന്റെ ഇടം കണ്ടെത്തി അവിടെ കൃത്യമായി നിലയുറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നേമവും തിരുവനന്തപുരം സെൻട്രലുമൊക്കെ അടങ്ങുന്ന മണ്ഡലത്തിലൂടെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കടന്നു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി മുരളീധരനും വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ വാഹനത്തിലുണ്ട്. ഇത് കൂടാതെ ഈ മണ്ഡലങ്ങൾ മാത്രമല്ല, അതായത് ഈ റോഡ് ഷോ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ വാഹനത്തിലുണ്ടെങ്കിൽ അത് കൂടാതെ തന്നെ കെ പി മറ്റ് ചില A+ മണ്ഡലങ്ങൾ കൂടി BJPക്കുണ്ട്. ഇപ്പോൾ കാട്ടാക്കട PK കൃഷ്ണദാസ് മത്സരിക്കുന്നതാണ്. നെടുമങ്ങാട് യുവ നേതാവായിട്ടുള്ള യുവരാജ് ഗോകുൽ മത്സരിക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള P സുധീർ മത്സരിക്കുന്ന ആ മണ്ഡലമുണ്ട്. ഇനിയും നെയ്യാറ്റിൻകരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെങ്കൽ രാജശേഖരൻ നായർ മത്സരിക്കുന്ന മണ്ഡലമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തൊരു വലിയ തരംഗമുണ്ടാകുമെന്നും ആ തരംഗത്തിൽ ഈ മണ്ഡലങ്ങളെല്ലാം താമര വിരിയുമെന്നും ഇടത് വലത് കോട്ടകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം മെയ് മാസം